CPIMുകാർ കാട്ടിയത് ഒരു സ്ത്രീയോടും ചെയ്യാൻ പാടില്ലാത്തതെന്ന് കൂത്താട്ടുകുളത്തെ കൗൺസിലർ കലാരാജു. തന്റെ വസ്ത്രം വലിച്ചുകീറി UDFിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കുമെന്നും കലാരാജു പറഞ്ഞു. ഈ 25 വർഷം ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളായെങ്കിൽ എന്നിട്ട് പോലും എൻ്റെ ഒരു മാനത്തിന് പോലും വിലയിടാൻ തയ്യാറായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കണം. കാരണം ഞാൻ നെഞ്ചോട് ചേർത്ത് നിർത്തിയായിരുന്നു എൻ്റെ പാർട്ടി. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസിന്റെ ആരോപണം പോലീസ് അന്വേഷിക്കും. മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്കെതിരെ അന്വേഷണം. ആലുവ റൂറൽ SP അന്വേഷണത്തിന് ഉത്തരവിട്ടു. കലാരാജുവിന്റെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. ഇതിനിടെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പുതിയ ആരോപണവുമായി CPIM പ്രാദേശിക നേതൃത്വം രംഗത്ത് വന്നു. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് UDF ആണെന്ന് CPIM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ആസിഫ് മുഹമ്മദ് ചേരുന്നു. ആസിഫ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്കും അപ്പുറം കലാരാജു വ്യക്തമായി തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവരുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തുകയാണ്. പറയുന്ന കാര്യങ്ങളിൽ അവർ അടിയുറച്ചു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ആർക്കൊക്കെ എതിരെയാണ് അവിടെ കേസ് ചുമത്തിയിരിക്കുന്നത്? എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്? അത് കൂടുതൽ കേസ് ശക്തമാകുവാനുള്ള സാധ്യതയല്ലേ മുന്നിലുള്ളത്? ലക്ഷ്മി, തീർച്ചയായും ഇപ്പോൾ കലാരാജിന്റെ കുടുംബം ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു. കോൺഗ്രസ് പരാതി നൽകി. പിന്നീട് കലാരാജുവും പരാതി നൽകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അതായത് ഇന്നലെ അവിശ്വാസ പ്രമേയത്തിൽ തങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന, അതായത് CPIMന്റെ കൗൺസിലറായ കലാരാജു കൂറുമാറും എന്ന് കണ്ടതോടുകൂടിയാണ് ഇന്നലെ DYFI CPM പ്രവർത്തകർ കലാരാജുവിനെ കോർപ്പറേഷന്റെ മുമ്പിൽ നിന്ന്, നഗരസഭയുടെ മുമ്പിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് വൈകുന്നേരത്തോടു കൂടിയാണ് ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്ന കലാരാജുവിനെ പിന്നീട് അവിടെ നിന്ന് വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും മറ്റും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും CPI പ്രവർത്തകർ മർദ്ദിച്ചു എന്നുള്ള ഒരു ആരോപണം തന്നെയാണ് കലാരാജു ആവർത്തിക്കുന്നത്. പിന്നെ കാലുവെട്ടുന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുവെന്നും ഇന്നലെ തന്നെ കലാരാജു മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മൂവാറ്റുപുഴ DYSPക്കെതിരെ ഇപ്പോൾ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആലുവ റൂറൽ SP ആണ് ഈ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കാരണം ഈ ഒരു സംഭവം നടന്ന സമയത്ത് പോലീസ് നിഷ്ക്രിയമായിരുന്നു എന്നൊരു ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവത്തിനടക്കം കൂട്ടുനിന്നു, LDFിനൊപ്പം നിന്നുകൊണ്ട് ആ ഒരു തട്ടിക്കൊണ്ടുപോകലിനടക്കം പോലീസ് സാവകാശം ചെയ്ത് കൊടുത്തു എന്നൊരു ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് മൂവാറ്റുപുഴ DYSPക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടുള്ളത്. അഡീഷണൽ SPയോടും സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയോടും അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. കേസന്വേഷണത്തിന് ചുമതല അഡീഷണൽ SP N കൃഷ്ണന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നലെ ഉണ്ടായ വലിയ രാഷ്ട്രീയ നാടകം തന്നെയാണ് ഇന്നലെ അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ഒരു വിഷയത്തിലാണ് ഏതായാലും ഇപ്പോൾ CPM പ്രവർത്തകർക്കെതിരെ നേരത്തെ തന്നെ കേസെടുത്തിരുന്നു. 6 CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള, മർദ്ദനം അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ്, ഇപ്പോൾ ഭീഷണി അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്ത സാഹചര്യം ഉണ്ടായത്. എന്തായാലും CPMന്റെ വാദം തട്ടിക്കൊണ്ടുപോകലല്ല, തങ്ങളുടെ കൗൺസിലറെ അവിടെ നിന്ന് തങ്ങൾ വിളിച്ചുകൊണ്ടു പോവുകയാണ്, ആരെയും തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യമില്ല തുടങ്ങിയ വിശദീകരണങ്ങളൊക്കെയാണ് CPM നൽകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. കലാരാജു ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിയത് മറ്റ് കൗൺസിലർമാർക്കൊപ്പമാണ്. വൈദ്യസഹായം അടക്കം ഞങ്ങൾ നൽകിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് CPM ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവരെ വിളിച്ചുകൊണ്ടുപോയി എന്ന് പറയുമ്പോഴും ഇവരെ ബലമായി കാറിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു എന്ന് കലാരാജു പറയുകയാണ്. അപ്പോൾ ഇവർ ഈ പറയുന്നതിനും അപ്പുറം അവിടെ ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നില്ലേ? അവരുടെ മൊഴികൾ കൂടി രേഖപ്പെടുത്തില്ലേ? അപ്പോൾ അവിടെ പരിസരത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ലേ ഈ സംഭവം നടക്കുമ്പോൾ? ലക്ഷ്മി, അതിനകത്ത് തട്ടിക്കൊണ്ടുപോകലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയം ഇല്ല. കാരണം നമ്മളടക്കം ഇന്നലെ അതിന്റെ ദൃശ്യങ്ങളടക്കം കൊടുത്തിരുന്നു. കാരണം അത് വ്യക്തമാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ 2 കൗൺസിലർമാർക്ക് ഈ ഒരു സംഭവത്തിൽ അവിടെ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുമ്പോൾ മർദ്ദനമേറ്റ സാഹചര്യം ഉണ്ടായിരുന്നു. അവർ ഇന്നലെ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അങ്ങനെ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുകയും പിന്നെ ദൃക്സാക്ഷികളടക്കം ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്ന കാര്യങ്ങൾ എത്തിയിരുന്നു. കലാരാജു ഉന്നയിക്കുന്നത് പോലെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോയതാണ്, പിടിച്ചു വലിച്ചുകൊണ്ട് പോയതാണ് എന്ന് തെളിയിക്കുന്ന
നിരവധി തെളിവുകൾ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്കെതിരെ അന്വേഷണത്തിന് ഇപ്പോൾ ISP ഉത്തരവിട്ടത് പോലും ഈ ഒരു സാഹചര്യത്തിലാണ്. കാരണം ഇന്നലെ നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു, അവിടെ അവിശ്വാസ പ്രമേയത്തിന് ആവശ്യമായ സുരക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ട്. അതുകൊണ്ട് ഇത് അവിടെ സംഘർഷം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് നേരത്തെ അറിയാമായിരുന്നു. എന്നിട്ടും പോലീസ് ഇത്തരത്തിൽ ഈ നഗരസഭയുടെ മുമ്പിൽ വെച്ച് ഈ കൗൺസിലറെ തട്ടിക്കൊണ്ടു പോകുന്ന അല്ലെങ്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്ന സംഭവം ഉണ്ടായിട്ട് നോക്കി നിൽക്കുകയോ മറ്റോ ചെയ്തില്ല. കോൺഗ്രസ് കൗൺസിലർമാർ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിക്കാതെ LDFിനൊപ്പം നിന്നു എന്നുള്ള ഒരു ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ആ ഒരു ആരോപണത്തിൽ പ്രാഥമികമായ രീതിയിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്കെതിരെ അടക്കം അന്വേഷണത്തിനും ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയം വലിയ രീതിയിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് അവിടെ ഉന്നയിക്കുന്നു, ആളിക്കത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് തരത്തിലുള്ള അന്വേഷണം എന്തായാലും ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന് CPM പ്രവർത്തകർക്കെതിരെയുള്ള ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് പോലീസിന് ഇക്കാര്യത്തിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ള സംഭവത്തിലും അന്വേഷണം നടക്കുന്നത്. ലക്ഷ്മി. ആസിഫ്, ഇത് രാഷ്ട്രീയമായി തന്നെയാണ് CPM ഇതിനെ നേരിടുന്നതും അവരുടെ പ്രതികരണങ്ങളും ആ തരത്തിലാണ്. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് UDF ആണ് എന്നാണ് ഇപ്പോൾ CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ കലാരാജു UDFിലേക്ക് പോകുവാനുള്ള ഒരു സാധ്യത തന്നെയല്ലേ മുന്നിലുള്ളത്? ഈ തരത്തിൽ അവിടുത്തെ രാഷ്ട്രീയം ഏത് തരത്തിൽ മാറിയിരിക്കുകയാണ് ഈ സംഭവത്തിന് ശേഷം? തീർച്ചയായും ലക്ഷ്മി, അതായത് കലാരാജു UDFിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം നേരത്തെ തന്നെ കലാരാജു 4 മാസം മുമ്പ് തന്നെ CPMുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുകയും മറ്റും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 13 ഈ കോർപ്പറേഷനെ സംബന്ധിച്ചോളം 13 അംഗങ്ങൾ LDFിന് പിന്തുണ, 12 അംഗങ്ങൾ UDFിന് പിന്തുണ, ഒരാൾ സ്വതന്ത്രനായി നിൽക്കുന്നു. അപ്പോൾ ഈ സ്വതന്ത്രനായി നിൽക്കുന്ന ആളെയും അതോടൊപ്പം തന്നെ കലാരാജുവിനെയും ഒപ്പം കൂട്ടിയാൽ സ്വാഭാവികമായും UDFിന് ഭരണം പിടിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുകയും ഈ ഭരണം പിടിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ആ സമയത്താണ് ഈ കലാരാജു UDF കൗൺസിലർമാരോട്, അതായത് LDF നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു മുഴുവൻ LDF കൗൺസിലർമാരും വിട്ടു നിൽക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ കലാരാജു UDF കൗൺസിലർമാരോടൊപ്പം എത്തിയ സാഹചര്യത്തിൽ അവർ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. CPM വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളുടെ കൗൺസിലറാണ്, ഞങ്ങളുടെ കൗൺസിലറെ അവർ തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തി ഞങ്ങൾ രക്ഷിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നൊക്കെയാണ് CPM ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ നേരത്തെ തന്നെ CPMുമായി അകന്നു കഴിഞ്ഞിരുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന ആള് എന്നുള്ള നിലയിൽ തന്നെ UDFിനൊപ്പം നിൽക്കും എന്ന വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് CPMന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ട് ഉള്ളത് എന്നുള്ളത് കൂടി നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കലാരാജുവിന്റെ ആരോപണം അത് വളരെ ഗൗരവത്തിൽ തന്നെ എടുത്ത് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണ് പോലീസും ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത്. ആസിഫ്, നമ്മൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ റിസോർട്ട് രാഷ്ട്രീയം കാണാറുണ്ട്. അതിനെക്കുറിച്ച് എപ്പോഴും കളിയാക്കി പറയാറുള്ള മലയാളികളാണ്. ഏതായാലും ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഒരുപക്ഷെ ആദ്യമാണ് എന്ന് തോന്നുന്നു. ഈ കൂറുമാറ്റമൊക്കെ പലതവണ കണ്ടിട്ടുണ്ട്, ചേരിമാറങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരാളെ തട്ടിക്കൊണ്ടു പോകുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും എന്ന് തോന്നുന്നു. 13 LDF അംഗങ്ങളുള്ള ഭരണസമിതിയിൽ ഈ കലാരാജുവും പിന്നെ സ്വതന്ത്ര അംഗം PG സുനിൽകുമാർ ഉണ്ടല്ലേ, അദ്ദേഹം കൂടി മാറിക്കഴിഞ്ഞാൽ അവിടെ ഭരണം നഷ്ടമാകുന്ന സ്ഥിതി CPMന് ഉണ്ട്. അതാണ് അവരെ ഇത്തരം പാനിക്കായിട്ടുള്ള ഒരു നടപടിയിലേക്ക് എത്തിച്ചത് എന്ന് തോന്നുന്നു. തീർച്ചയായും. അതായത് ഇപ്പോൾ സ്വാഭാവികമായും കലാരാജുവും കൂടി മാറുന്ന ഒരു ഘട്ടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി തന്നെ അവർക്ക് ഒപ്പത്തിനൊപ്പത്താനും പിന്നീട് ഈ സ്വതന്ത്ര കൗൺസിലറും കൂടി ഒപ്പം നിന്നാൽ സ്വാഭാവികമായും UDFിന് ഭരണം പിടിക്കാനും കഴിയുന്ന സാഹചര്യമുണ്ട്. UDF അത്തരത്തിൽ ഭരണം പിടിക്കാനും കഴിയുമെന്നുള്ള ഒരു തികഞ്ഞ പ്രതീക്ഷയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. LDF വിട്ടു നിന്നാൽ പോലും കലാരാജു കൂടി എത്തുന്നതോടുകൂടി തങ്ങൾക്ക് എന്തായാലും LDFിന്റെ ഭരണസമിതിക്കെതിരായ അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ, തികഞ്ഞ പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ാണ് വലിയ നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ കലാരാജുവിനെ DYFI CPM പ്രവർത്തകർ ചേർന്ന്, പ്രാദേശിക പ്രവർത്തകർ ചേർന്ന് തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ സുനിൽകുമാറിന്റെ നിലപാട് എന്താണ് ആസിഫ്? സുനിൽകുമാറും UDFിനൊപ്പം നിൽക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ സുനിൽകുമാർ ഇല്ലെങ്കിൽ പോലും LDFിന് അധികാരത്തിൽ 13 അംഗങ്ങൾ സ്വന്തമായിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു സാഹചര്യം വന്നിരുന്നു. അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് തന്നെയാണ് സുനിൽകുമാർ മാറുകണ്ടം ചാടാനുള്ള ഒരു സാധ്യത തന്നെയാണ്
UDF ക്യാമ്പ് ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുകയും മറ്റും ചെയ്തിരുന്നത്. അതനുസരിച്ചുള്ള നീക്കങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും അങ്ങനെ അധികാരം പിടിക്കാമെന്നുള്ള വിചാരത്തിൽ മുന്നോട്ട് പോയ സമയത്താണ് അപ്രതീക്ഷിതമായ ഒരു നീക്കമുണ്ടാകുകയും അവിശ്വാസ പ്രമേയത്തിന്റെ ചർച്ച തന്നെ നടക്കാതെ പോവുകയും ചെയ്തത്. ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നാലെ UDF-ഉം ഈ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് പോലീസ് സ്റ്റേഷൻ ഉപരോധമടക്കമുള്ള പ്രതിഷേധ പരിപാടികളുമായാണ് ഇന്നലെ മുന്നോട്ട് പോവുകയും ചെയ്തത്. ഏതായാലും ആസിഫിനി എന്നായിരിക്കും ഈ അവിശ്വാസ പ്രമേയം? ഇപ്പോൾ ഇത് കേസിലും കൂട്ടത്തിലേക്കും ഒക്കെ വഴിമാറിയല്ലോ. ഇനി എന്നായിരിക്കും ഈ അവിശ്വാസ പ്രമേയം ഇനി അവതരിപ്പിക്കുക? ഇനിയും മറ്റൊരു നോട്ടീസ് നൽകി അവതരിപ്പിക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ UDF വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും അതിന്റെ ചില നടപടികൾ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് തന്നെ, അതായത് ചർച്ച നടക്കാത്തതിനാൽ തന്നെ ഇനി ആ കാലതാമസത്തിന്റെ ഒരു തവണ അവതരിപ്പിച്ച് പരാജയപ്പെട്ടാൽ മാത്രമേ ഒരു കാലതാമസത്തിന്റെ പ്രശ്നം ഉണ്ടാവുകയുള്ളൂ, അതോ അല്ലെങ്കിൽ അവർ നോട്ടീസ് പരിഗണിച്ചു കഴിഞ്ഞാൽ പിന്നെ സാവകാശം കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ കൂടി നോക്കിയതിനു ശേഷം മറ്റ് നടപടികൾ എന്നുള്ളതാണ് ഇപ്പോൾ UDF-ന്റെ ക്യാമ്പ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഏതായാലും കലാരാജുവിനെ ഇനി പൂർണ്ണമായും അവർക്ക് ഒപ്പം നിർത്താൻ കഴിയുമെന്ന് വ്യക്തമാണ്. കാരണം UDF-ലേക്ക് പോകുന്ന കാര്യം ആലോചിക്കുമെന്നുള്ള കാര്യം എന്തായാലും കലാരാജു വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചാൽ അത് തങ്ങൾക്ക് അനുകൂലമായി വരാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് UDF ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തപ്പെടുന്നത്. ആസിഫിന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ വളരെ ചുരുങ്ങിയ സമയമാണ് ബാക്കിയുള്ളത്. അപ്പോഴും ഇങ്ങനെ ഒരു കൂറുമാറ്റം ഭയന്ന് ഒരു കടുംകൈയിലേക്ക് CPM അവിടെ പോയത് ഏത് സാഹചര്യത്തിലാണ്? ഇതിനെ പാർട്ടി നേതൃത്വം ഏത് തരത്തിലാണ് കാണുന്നത്? ഈ ലോക്കൽ നേതാക്കന്മാർക്കെതിരെ, പ്രാദേശിക നേതാക്കന്മാർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ടാകുമോ? ഇതിനെ CPM എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പാർട്ടി നേതാക്കൾക്കെതിരെ ഒരു വലിയ രീതിയിൽ നടപടിയിലേക്ക് പോകുമോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ്. കാരണം CPM-ന്റെ കൗൺസിലറായി നിന്ന് വിജയിച്ച ആളാണ് മറുകണ്ഠം ചാടാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ അകത്ത് അവകാശവാദം ഉന്നയിക്കുകയും തങ്ങളുടെ പക്ഷത്ത് നിന്ന് മറുകണ്ഠം ചാടാൻ ശ്രമിച്ച ഒരാളെ തടയിടാൻ മാത്രം ശ്രമിച്ചു എന്ന രീതിയിൽ തന്നെ മാത്രമാണ് CPM ഇതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. കാരണം CPM പറയുന്നത് UDF തങ്ങളുടെ കൗൺസിലർ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു, ഞങ്ങൾ അതിനെ തടയിടുക മാത്രമാണ് ചെയ്തത് എന്നുള്ളൊരു നിരീക്ഷണവും ഒരു വിലയിരുത്തലും മാത്രമാണ് ഇപ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് മറ്റ് നടപടികളടക്കം ഉണ്ടാകുന്ന കാര്യം, അതായത് CPM-ന്റെ ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഞങ്ങളുടെ കൗൺസിലറെ, തങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായി നിന്ന് വിജയിച്ച ആളെ തട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം UDF നടത്തി, അതിനെ തടയിടുക മാത്രമാണ് ചെയ്തത് എന്നുള്ള ഒരു വിശദീകരണമാണ് സ്വാഭാവികമായും CPM ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. ശരി ആസിഫ്, തന്നോട് CPM-കാർ കാട്ടിയത് ഒരു സ്ത്രീയോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമെന്ന് കലാരാജു പറഞ്ഞിരിക്കുകയാണ്. അവരുടെ വസ്ത്രമടക്കം വലിച്ചു കീറിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ അവർ രഹസ്യമൊഴിയിൽ ആവർത്തിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ വിഷയത്തിൽ വേണ്ട വിധത്തിൽ അന്വേഷിക്കാത്ത പോലീസിനെതിരെയും മൂവാറ്റുപുഴ DYSP-ക്കെതിരെ ആലുവ റൂറൽ SP അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കേസ്, കൂത്താട്ടുകുളത്തെ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ കേസ് കുറച്ചുകൂടി അതിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നതാണ് കാണുന്നത്. അതിൻ്റെ ഒരു ഗൗരവം കൂടുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ആസിഫ് മുഹമ്മദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.